പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ദൈവമാണ് യേശു. യേശു മാത്രമല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, ത്രിയേക ദൈവം. അതിൽ മനുഷ്യരൂപം ധരിച്ച വ്യക്തിയാണ്, മറിയത്തിന്റെ ഉദരത്തിലൂടെ മനുഷ്യരൂപം ധരിച്ചു വന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ മറിയത്തിന്റെ ഉദരത്തിൽ വെച്ച വചനമാംസമായതാണ് യേശു ക്രിസ്തു, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളത്വം. നമ്മൾ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആദവും ഹവ്വായും പറുദീസായിൽ ഏദേൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവരുടെ ദൈവമായിരുന്നു ത്രിത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. എന്നാൽ മറിയം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, പാപികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഭൂമി, അതെപ്പോഴും ചിന്തിച്ചോണം. ഭൂമി എന്ന് പറയുമ്പോൾ പറുദീസ പോലെയല്ല, ദൈവത്തോടൊപ്പം ഉലാത്തിക്കൊണ്ടിരിക്കും എല്ലാവരും. ഭൂമിയിൽ ആരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, ദൈവം എങ്ങനെയാ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അവസ്ഥയാണ് ഭൂമി. കാരണം പറുദീസയിൽ വെച്ച് പാപം ചെയ്തപ്പോൾ ദൈവം പറുദീസയിൽ നിന്ന് പുറത്താക്കിയ സ്ഥലമാണ് ഭൂമിയിലോട്ട് മനുഷ്യൻ കടന്നു വന്നത്. എന്ന് വെച്ചാൽ പാപത്തിന്റെ ശമ്പളമാണ് ഈ ഭൂമി കിട്ടിയതൊക്കെ. എന്നാൽ ഈ മറിയം ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിച്ചപ്പോൾ, ദൈവേഷ്ടത്തിനനുസരിച്ച് വിധേയപ്പെട്ട് ജീവിച്ചപ്പോൾ, നമ്മുടെ എല്ലാം ദൈവം മറിയത്തിന്റെ കുട്ടിയായി. ചിന്തിച്ചു നോക്കിയേ, ആദത്തിന്റെ അവയുടെയും ദൈവം മറിയത്തിന്റെ കുട്ടിയായി. മറിയം മുലപ്പാല് കൊടുത്താണ് ഈ ദൈവപുത്രനെ വളർത്തുന്നത്. ആദത്തിന്റെ അവനെയും തീറ്റിപ്പോറ്റിയ ദൈവം ഇപ്പൊ മറിയത്തിന്റെ കുട്ടിയായി. മറിയം തീറ്റിപ്പോറ്റാൻ തുടങ്ങി ഔസരിതമാതാവും കൂടെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കൂ, ദൈവം ഇത്രമാത്രം അങ്ങോട്ട് ചെറുതാവുകയാണ്. നമ്മൾ ചില പാട്ടൊക്കെ പാടാറുണ്ട്, പ്രത്യേകിച്ച് ഇത്ര ചെറുതാകാൻ എത്ര വളരണം. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മൾ വിധേയപ്പെടുമ്പോൾ ദൈവം നമുക്കും വിധേയപ്പെടും. അപ്പം ദൈവം നമുക്ക് വിധേയപ്പെടുമോ എന്നൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 12ാമത്തെ വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് കൊണ്ട് തിരികെ വരുമ്പോൾ, യേശുവിനെ കാണാതാവുകയും വീണ്ടും യേശുവിനെ കണ്ടെത്തുകയും ചെയ്യുമ്പോൾ, അവിടെ വചനം എഴുതി വെച്ചിരിക്കുന്നത് അവൻ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നാണ്. 30 വയസ്സ് വരെ പൂർണ്ണമായും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തതും, അല്ലെ ദൈവം നമ്മളോട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തതിന്റെ കാരണം, ദൈവത്തിന് മറിയം പിടികൊടുത്തതുപോലെ, സമർപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നില്ല. നമ്മൾ നമ്മുടെ ബുദ്ധിയിലും ഹവ്വയെ പോലെ ഈ പഴമൊക്കെ പറിച്ച് ഇമ്പമുള്ള പഴമൊക്കെ ദൈവത്തെ പോലെ ആകാനും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ആകാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. എന്നാൽ മറിയം എന്താ പറഞ്ഞേ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം കൊണ്ട് അടിയറ വയ്ക്കുകയാണ് ജീവിതം. എന്റെ ഇഷ്ടം ഒന്നും നടക്കേണ്ടത്, നിന്റെ ഇഷ്ടം മാത്രം നടന്നാൽ മതി. ഇപ്പോഴല്ല, ഈ ജീവിതം മുഴുവൻ എന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ, പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം ഇഷ്ടം ഒന്നും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യ വ്യക്തി എളുപ്പമല്ല. തപസ് ചെയ്യാൻ എളുപ്പമാണ്. മുട്ടുമേലൊക്കെ മെറ്റലിന്റെ മുകളിൽ മുട്ട് കുത്തി നിൽക്കാം, ഉപ്പുകരലിന്റെ മുകളിൽ മുട്ട് നിൽക്കാം, മുള്ളരഞ്ഞാണം വേണേ കൊടുക്കാം. അതൊരു കുറച്ച് സമയത്തേക്കല്ലോ, ജീവിതകാലം മുഴുവനും ഇല്ലല്ലോ. രാത്രി കിടക്കുമ്പോഴും എപ്പോഴും ഇതൊന്നുമില്ല. പക്ഷെ പരിസ്ഥിതി തന്നെ പറയും അങ്ങനെയല്ല. സ്വന്തം ഇഷ്ടം, നമുക്കൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഇല്ലേ? നമുക്ക് ഭക്ഷണം കഴിക്കുന്ന കാര്യം വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല പ്രശ്നങ്ങൾ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ, ഇന്നടത്തിന് പോകണം, അല്ലെ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് നമ്മൾ അവർ പറയുന്നതനുസരിക്കും. നമുക്ക് നമ്മുടേതായ കുറെ ഇഷ്ടങ്ങളുണ്ട്. എന്നാൽ മറിയം ദൈവേഷ്ടം മാത്രം. 1 മണിക്കൂറൊന്നും അല്ല പ്രിയമുള്ളവർ. യേശുവിന് ജന്മം കൊടുക്കുന്നവരെ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ തപസ് ചെയ്യുന്നതിനേക്കാൾ, മുള്ളരഞ്ഞാണ് ഉടുക്കുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. നമ്മുടെ യോഹന്നാസ്ലീഹ തളച്ച എണ്ണയ്ക്കകത്തൊക്കെ കൊണ്ടേ കിടത്തി എന്നാ പറയുന്നത്. തളച്ച എണ്ണയ്ക്കകത്ത് കൊല്ലാൻ വേണ്ടി ചെയ്തതാണ്. പത്രോസ്ലീഹ തലകീഴായിക്കെ തൂക്കിക്കൊന്നു. ഇതിനേക്കാൾ എത്രയോ വലിയ സംഭവമാണ് ഒരു വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ സ്വന്തം ഇഷ്ടം ഒന്നും ആഗ്രഹിക്കാതെ, അത് നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കാതെ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം എപ്പോഴും ശ്രദ്ധയോടെ കാതോർത്ത് നിന്ന് ദൃഷ്ടി ദൈവത്തിലേക്ക് ഉറപ്പിച്ച് അത് ചെയ്യാൻ വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഒരു സ്ത്രീ. നമുക്കറിയാം, നിസ്സാരം അറിയാലോ, ഒരു സ്ത്രീ ഗർഭം ധരിച്ച പാടെ ദൈവം ഔദരത്തിലിരിക്കുന്നു. എലിസബത്തിന്റെ അടുക്കലോട്ട് പോകാൻ വേണ്ടി പോകും. പ്രിയമുള്ളവരെ, 3 ദിവസത്തെ യാത്രയാണ്. അത് മലഞ്ചെരുവിലൂടെ. മനുഷ്യക്ക് ബുദ്ധിയിൽ ആശ്രയിക്കുവാണെങ്കിൽ ആരെങ്കിലും ചെയ്യൂ? ഔസേപ്പിതാവ് അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത സംഭവം നമ്മളാണ് ഗർഭം ധരിക്കാൻ തയ്യാറാവും. ഭർത്താവിനോട്, ഗബ്രിയേലിനോട് ആ സമയത്ത് പറയത്തില്ലേ, ഒന്ന് ഭർത്താവിൻ്റെ അടുക്കെ പറ, സ്വർഗം തന്നെയല്ലേ എനിക്ക് ജോസഫിനെ കാണിച്ചു തന്നെ, ആ മനുഷ്യനോടൊന്ന് പറ. ആ മനുഷ്യൻ അസ്വസ്ഥപ്പെടുകയല്ലേ? ഇനി യഹൂദ നിയമപ്രകാരം ഒരു പുരുഷന്റെ അറിവില്ലാതെ ഭാര്യ ഗർഭിണിയായി തന്നെ കല്ലെറിഞ്ഞു കൊല്ലണം നിയമമില്ലേ? ഇവിടെ ഒന്നും തിരിച്ചൊരു ചോദ്യം മറിയത്തിന്റെ ഭാഗത്തില്ല.
ഇതുകൊണ്ടാണ് മറിയം കുഞ്ഞുണ്ടാകുന്നതിനെ കുറിച്ച് ഗബ്രിയേൽ പറഞ്ഞപ്പോൾ സംശയിച്ചത്. എന്നാൽ സക്രിയെ സംശയിച്ചപ്പോൾ സക്രിയ 9 മാസം ഊമനായി. മറിയം ഊമയായില്ല. കാരണം എന്നാ? മറിയം ചോദിച്ചതിന് കാര്യമുണ്ട്. മറിയത്തോട് ഗബ്രിയേൽ പറഞ്ഞത് നിന്റെ ഭർത്താവിലൂടെ നിനക്ക് കുട്ടി ഉണ്ടാവും എന്നല്ല പറഞ്ഞത്, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ലോക ചരിത്രത്തിൽ ആർക്കും അവന് കുട്ടിയുള്ള സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇന്നും ഉണ്ടായിട്ടില്ല. ഇന്നുവരെ ലോക ചരിത്രത്തിലില്ല. മറിയത്തിന്റെ കാലഘട്ടം വരെയില്ല. അത് കഴിഞ്ഞും ഉണ്ടായിട്ടില്ല. എന്നാൽ സക്രിയയോട് ദൈവത്തിന്റെ ദൂതം പറയാൻ നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് കുട്ടി ഉണ്ടാവുന്നു. കാരണം അത് സക്രിയ സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഊമനായത്. കാരണം എന്താ? 100 വയസ്സുള്ള അബ്രാഹത്തിന് സാറയിലൂടെ തന്റെ ഭാര്യയോട് തന്നെ കുട്ടി ഉണ്ടായിട്ടുണ്ട്. 90 വയസ്സുള്ള സാറയ്ക്ക്. അപ്പൊ ഇതെല്ലാം ഈ പഴയ നിയമമൊക്കെ ആർക്കറിയാം? പുരോഹിതനായ സക്രിയയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഭൂമിയിലാണ് നടന്നിട്ടുണ്ട്. പീരീഡ്സ് ഒക്കെ നിന്ന് പോയാലും 90 വയസ്സുള്ള സാറയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കുട്ടി. പിന്നെ ഇതിനെ സംശയിക്കേണ്ട കാര്യം. പക്ഷെ മറിയത്തിന് അങ്ങനെയല്ല. അതുകൊണ്ടാണ് മറിയം സംശയിച്ചിട്ടും മറിയം ഒരിക്കലും ഊമയാകാതിരുന്നത്. അല്ലെ, ഒരു വൈകല്യങ്ങളും മറിയത്തിന് ഉണ്ടായില്ല. ദൈവം ശിക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറിയം ദൈവത്തിന്റെ അമ്മയായി മാറുകയാണ്. നമ്മൾ ഈ ഭൂമിയിലെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ആദവും ഹവ്വായും വന്ന് നമ്മളെല്ലാവരും അതെ. എന്നാൽ ഔസപിതാവും മാതാവും ദൈവത്തിന്റെ മാതാപിതാക്കളായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അതുകൊണ്ട് ഈശോ പരിശുദ്ധ കന്യാമറിയത്തെ അമ്മ എന്നാണ് വിളിക്കുന്നത്. അമ്മ തന്നെയാണ്, ഒരു സംശയമില്ല. മറിയമാണ് യേശുവിനെ പ്രസവിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മള് മറിയത്തിന്റെ കുട്ടിയായിട്ടാണ് മറിയം യേശുവിനെ വളർത്തുന്നത്. അതോടൊപ്പം മറിയത്തിന്റെ ഉദരത്തിരിക്കുന്നതാണ് പിതാവായ ദൈവത്തിന്റെ പുത്രനുമാണ്, മറിയത്തിന്റെ കുട്ടിയുമാണ്. ആ മറിയത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക. എന്നാൽ ആദവും ഹവ്വായും നോക്കി ദൈവത്തിന് വിധേയപ്പെടാതെ അഹങ്കരിച്ചപ്പോൾ, ഞാൻ മനോഭാവം വന്നപ്പോൾ, ദൈവത്തെ പോലാകാൻ ശ്രമിച്ചപ്പോൾ ദൈവം നഷ്ടപ്പെട്ടു, പർദീസ നഷ്ടപ്പെട്ടു, പാപം കടന്നു വന്നു, മൂത്ത മകൻ ഇളയവനെ കൊന്നു, നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ മനുഷ്യവർഗത്തെ മുഴുവൻ നശിപ്പിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനെ ഓർത്ത് ദൈവം വേദനിച്ചു. എന്നാൽ മറിയത്തെ ഓർത്ത് ദൈവം എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? മറിയത്തിന്റെ ഉദരത്തിൽ യേശു വന്നപ്പോൾ ഭർത്താവ് അറിഞ്ഞില്ല എന്നോർത്തുകൊണ്ട് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ പോകുമ്പോൾ മറിയം യേശുവിനെ അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചു. ഇന്ന് പലപ്പോഴും അങ്ങനെയല്ലേ പലതും ചെയ്യാറ്. ഒരു കുട്ടി ഉദരത്തിലായാൽ ഇപ്പം വേണ്ടായിരുന്നു, വിദേശത്ത് പോകാൻ ഒരുങ്ങിയിരിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും അവർ രോഗിയാണോ, അപ്പോഴേ അതിനെ അബോർഷൻ ചെയ്ത് കളയും. എന്നാൽ മറിയത്തിന് കുടുംബജീവിതം തകർത്തില്ലേ? എൻ്റെ ഭർത്താവ് അറിയാണ്ട് എൻ്റെ ഉദരത്തിലോട്ട് എന്തിനാ വന്നേ? ദൈവം എന്താ ഇങ്ങനെ ചെയ്യുന്നേ? ഔസപിതാവും ഞാനും തമ്മിലുള്ള കുടുംബത്തിൽ കലഹം ഉണ്ടായില്ലേ? ഞങ്ങൾ ഭാര്യയും ഭർത്താവും അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത്തിലല്ലേ പോകേണ്ടത്? എന്താണ് സ്വർഗത്തിലെ ദൂതം വന്നിട്ട് ഗബ്രിയേൽ വന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ തകർത്തേ? ജോസഫ് അസ്വസ്ഥനായിട്ടിരിക്കുകയല്ലേ? ജോസഫ് എന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയല്ലേ? അതുകൊണ്ട് ഈ കുട്ടി വേണ്ട, അബോർഷൻ ചെയ്തേക്കാം, ശല്യം പോട്ടെ. ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ ഈ ശല്യം ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് പ്രശ്നം, അതുകൊണ്ട് ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാം, ഇനി തിരിച്ചു പോകണ്ട, ശല്യം ഒഴിവായി, ജോസഫെ നമുക്ക് പോയേക്കാം. മറിയം തീരുമാനിച്ചോ? ഔസപിതാവ് തീരുമാനിച്ചോ? ഇല്ല. എന്നാൽ ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവർ മരത്തിന്റെ പിന്നിൽ പോയി ഒളിച്ചു. ദൈവത്തോടൊരു മാപ്പ് പറഞ്ഞു? ഇല്ല. അവർ ദൈവത്തെ തേടിപ്പോയോ? ഇല്ല. ദൈവത്തിൽ നിന്ന് ഓടിയാകുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. ഇനിയും മറിയം യേശുവിനെ പ്രസവിച്ചപ്പോൾ ഒന്നാമത്തെ സത്രത്തിലും കിട്ടിയില്ല, നല്ല സ്ഥലത്തും കിട്ടിയില്ല. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ അമ്മമാർ എവിടെയെങ്കിലും വല്ല പശുത്തൊഴുത്തിൽ പോയി പ്രസവിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. എത്ര നല്ല ഹോസ്പിറ്റലിൽ, നല്ല ബെഡിലും, നല്ല സുഖസൗകര്യമായ സ്ഥലത്തുമായിരിക്കും. വേണ്ട ഇതിൽ നല്ല കെയറിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫുഡുകളും ഒക്കെ. എന്നാൽ ഉടുതുണിക്ക് മറുതുണി പോലും ഇല്ലാത്ത അവസ്ഥ, കൊടും തണുപ്പിൽ, അതും കാലികളുടെ തൊഴുത്തിൽ പോയി ദുർഗന്ധം, അല്ലെ, യൂറിന്റെയും മോഷന്റെയും ഒക്കെ ദുർഗന്ധം അടിക്കുന്ന ആ സ്ഥലത്ത്, പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും മറിയം ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നില്ല. ഇന്ന് ചില സ്ത്രീകളെയൊക്കെ നമുക്കറിയാമല്ലോ, പരപുരുഷന്മാരുടെ പുറകെ പോകാൻ വേണ്ടി 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇല്ലേ നടുറോട്ടിൽ അടിച്ചു കൊല്ലുന്നു, കിണറ്റിൽ വലിച്ചെറിഞ്ഞു കൊല്ലുന്നു, കയ്യും കാലും തല്ലി ഒടിക്കുന്നു. ഇവിടെയൊന്നും അമ്മ പോലും എതിർക്കുന്നില്ല, അമ്മയോട് സഹകരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ കന്യാമറിയത്തെ പ്രിയമുള്ളവരെ നോക്കിക്കേ. ഈ മറിയം ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം മറിയത്തിന് പാപമില്ല, മറിയം അമലോത്ഭവമാണ്, മറിയം ഓൾറെഡി അമലോത്ഭവമാണ്. ഇനി നമ്മുടെ എല്ലാം രക്ഷയാണ്. അപ്പൊ മറിയം ഇതൊക്കെ ചെയ്യുന്നത് മനുഷ്യവർഗം മുഴുവന്റെയും, എന്ന് വെച്ചാൽ കത്തോലിക്കന്റെ മാത്രമല്ല, യേശു കത്തോലിക്കന്റെ മാത്രം ദൈവമല്ല, മനുഷ്യവർഗം മുഴുവന്റെയും ദൈവമാണ്. എല്ലാ ഇസ്ലാം മതക്കാരുടെയും, എല്ലാ ജൈന മതക്കാരുടെയും, ബുദ്ധമതക്കാരുടെയും ഒക്കെ ദൈവം യേശുവാണ്. കണ്ടോ? ആകാശനീയുടെ ഭൂമിയിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, മതമല്ല ഇവിടെ, മതമോ ജാതിയോ ഒന്നുമല്ല, മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു എന്ന നാമം. കാരണം ഒറ്റ ദൈവമുള്ളൂ, വേറെ ദൈവമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മനുഷ്യവർഗത്തെ മുഴുവനും മറിയം രക്ഷയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. എങ്ങനെ? മുൾപടർപ്പുകൾക്ക് മധ്യയിലൂടെ, അഗ്നികുണ്ഡത്തിന് നടുവിലൂടെ മറിയം നടക്കുകയാണ്. മറിയത്തിന്റെ ജീവിതം മുഴുവൻ
ഇത്രമാത്രം സഹനത്തിലൂടെ നമ്മൾ പലപ്പോഴും 7 വ്യാകുലവാളിനെ കുറിച്ച് മാത്രമൊക്കെ നമ്മൾ പലപ്പോഴും ധ്യാനം, 7 അല്ല 700 പ്രിയമുള്ളവർ, ഇത്രമാത്രം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഹവ്വയിലൂടെ കടന്നു വന്ന ശാപം മാറ്റാൻ മറിയം ഇത്രമാത്രം ദൈവത്തോട് സഹിച്ചു. അതുകൊണ്ട് ആ ദൈവം മറിയത്തിന്റെ കുട്ടിയായി, മറിയത്തിന്റെ ഉദരത്തിൽ ഇത്രമാത്രം ഒതുങ്ങി മാറി. ദൈവം ചെറുതാവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് മറിയത്തെ പോലെ പ്രഭാഷകൻ 3:18 പറയുന്ന പോലെ നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നമുക്ക് വിനീതനായി മാറാം. പ്രത്യേകിച്ച് നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ 1-ാം അധ്യായം മറിയത്തിന്റെ സ്തോത്രഗീതമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ വളരെ ചെറുതാകുന്നതിന്റെ മനോഭാവമാണ് പറയുന്നത്. ആ കർത്താവിന്റെ ദാസിയുടെ മേൽ ആ താഴ്മയെ ദൈവം കടാക്ഷിക്കുകയാണ്. സകല തലമുറകളും എന്നെ ഭാഗ്യവതി. എങ്ങനെയാണ് ഭാഗ്യവതി? ദൈവത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തതുകൊണ്ട്. ഇതുപോലെ നമുക്കും ചെറുതാകാം. അപ്പം നമ്മളെ ഈ ഉപേക്ഷിക്കപ്പെട്ട കല്ലുകളെ, ചെറിയവരെ ദൈവം വലിയവരാക്കും. ആ ദൈവത്തിന്റെ കരങ്ങളിലോട്ട് മറിയത്തെ പോലെ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. അങ്ങനെ മറിയത്തെ നമ്മൾ ദൈവം കാണുന്ന പോലെ കാണാം, ദൈവം ബഹുമാനിക്കുന്ന പോലെ ബഹുമാനിക്കാം. അത് നമ്മുടെ അനുഗ്രഹത്തിനും രക്ഷയ്ക്കും നമുക്ക് കാരണമാകും. അതുപോലെ ഹവ്വയെ പോലെയുള്ള അഹങ്കാരമെല്ലാം വിട്ട് മറിയത്തെ പോലെ എളിമയോടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.